Welcome to the 38th lecture, BSc Physics Main, Semester 6, Paper 4, Digital Electronics and Computer Science. Today, we discuss the last part of the operators in C++. Operators in C++, Part 3. Here we discuss miscellaneous operators and one or two questions, previous questions. Miscellaneous operators. So, we are seeing different types of operators, arithmetical operators, there are relational operators, logical operators, bitwise operators, and now we see what is called miscellaneous operators. Miscellaneous operators in C++. MISC, miscellaneous operators. The following table lists some other operators that C++ supports. ഇപ്പോൾ C++ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ചില ഓപ്പറേറ്റേഴ്സ്, മിസ്ലേനിയസ് ഓപ്പറേറ്റേഴ്സ് ഈ പറയുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കണം. നമ്പർ 1, ഓപ്പറേറ്റർ ഡിസ്ക്രിപ്ഷൻ. സൈസ് ഓഫ് ഒരു ഓപ്പറേറ്റർ. സൈസ് ഓഫ് ഓപ്പറേറ്റർ, ഇറ്റ്സ് എ പോയിന്റർ ടൈപ്പ് ഓപ്പറേറ്റർ. സൈസ് ഓഫ് ഓപ്പറേറ്റർ റിട്ടേൺസ് ദ സൈസ് ഓഫ് എ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, സൈസ് ഓഫ് എ, where a is an integer, and it will return a, formula a. ഇപ്പോൾ സൈസ് ഓഫ് എ എന്ന് എഴുതിയിട്ട് അവിടെ എയുടെ സ്ഥാനത്ത് ഇൻറ്റീജർ കൊടുത്താൽ നമുക്ക് ഇറ്റ് വിൽ റിട്ടേൺ എ, ഫോർന്ന് മാറ്റി എ എന്നാക്കുക. നമ്മൾ കൊടുക്കുന്ന സംഖ്യ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടും. ഇറ്റ് വിൽ റിട്ടേൺ എ. രണ്ടാമത്തെ മിസ്ലേനിയസ് ഓപ്പറേറ്റർ കണ്ടീഷൻ, ക്വസ്റ്റ്യൻ മാർക്കാണ്. ക്വസ്റ്റ്യൻ മാർക്ക് എക്സ് ഈസ് ടു വൈ എന്നുള്ളൊരു ഓപ്പറേറ്റർ. കണ്ടീഷനാണ് കേട്ടോ, കണ്ടീഷനാണ്. ക്വസ്റ്റ്യൻ മാർക്കാണ് ഓപ്പറേറ്റർ ആയിട്ട് വരുന്നത്. എക്സ് ഈസ് ടു വൈ. കണ്ടീഷണൽ ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ മാർക്കിലെ കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇഫ് കണ്ടീഷൻ ഇസ് ട്രൂ ദെൻ ഇറ്റ് റിട്ടേൺസ് ദ വാല്യൂ ഓഫ് എക്സ്, അതർവൈസ് റിട്ടേൺസ് വാല്യൂ ഓഫ് വൈ. അപ്പോൾ കണ്ടീഷൻ എക്സ് ഇസ് ടു വൈ എന്ന് കൊടുത്താൽ അത് കണ്ടീഷൻസ് ട്രൂ ആണെങ്കിൽ, നമ്മൾ കൊടുത്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സ് തരും, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് റിസൾട്ടായിട്ട് വരുന്നത് വൈ ആയിരിക്കും. അതാണ് കണ്ടീഷൻസ് ക്വസ്റ്റ്യൻ മാർക്ക്. കണ്ടീഷനാണ്, കണ്ടീഷൻ ഓപ്പറേറ്ററാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അത് എക്സ് ടു വൈ എന്ന് കൊടുത്താൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സ് തരും, ഫാൾസ് ആണെങ്കിൽ വൈ തരും. അടുത്ത കോമ ഓപ്പറേറ്റർ കാണുന്നുണ്ടല്ലോ. കോമ എന്ന് എഴുതിക്കുന്നത് മുകളിൽ കാണുന്നതാണ് കേട്ടോ ഓപ്പറേറ്റർ. കോമ നമ്മുടെ യൂഷ്വൽ കോമ തന്നെ. അപ്പോൾ നമ്മൾ ഈ നോട്ടൊക്കെ എഴുതുമ്പോഴേ കോമ കാണണം നോട്ട് ബുക്കിൽ. അല്ലെങ്കിൽ കോമ ചെയ്തിട്ട് ഒരു ബോക്സൊക്കെ വരച്ച് വെച്ചാൽ മതി. കോമ ഓപ്പറേറ്റർ, ഇറ്റ്സ് എ പോയിന്റർ ടൈപ്പ് ഓപ്പറേറ്റർ. കോമ ഓപ്പറേറ്റർ കോസസ് എ സീക്വൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ടു ബി പെർഫോംഡ്. ഓപ്പറേഷൻസ് ടു ബി പെർഫോംഡ്. ഒരു സീക്വൻസ്, ഒരു കൂട്ട ഓപ്പറേഷന്, പിന്നെ ഒരു സീരീസ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കോമ ഇടുന്നത്. The value of the entire comma expression is the value of the last expression of the comma separator list. The value of the entire comma operation is the value of the last expression of the comma separator list. അപ്പോൾ കോമ കൊണ്ട് നമ്മൾ ലിസ്റ്റ് സെപ്പറേറ്റ് ചെയ്താൽ ഈ കംപ്ലീറ്റ് ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത് ഈ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത ലാസ്റ്റ് പാർട്ടായിരിക്കും. അടുത്തത് നമ്പർ 4, ഡോട്ട് ആൻഡ് ആരോ. ഡോട്ട് ഇവിടെ നമ്മൾ പിന്നെ ആ ഡോട്ട് നമ്മൾ കുത്തിട്ടുണ്ട് കേട്ടോ. അത് വായിക്കാൻ വേണ്ടിയാണ് ബ്രാക്കറ്റിൽ ഡോട്ട് നിട്ടുന്നത്. ആരോ ഇവിടെയുണ്ട്, ഡോട്ട് ആൻഡ് ആരോ. ഈ ഡോട്ട് ആരോ ഒരുമിച്ച് ഓപ്പറേറ്റർ വരുവേ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെമ്പർ ഓപ്പറേറ്റേഴ്സ് are used to reference individual members of classes, structures and unions. ക്ലാസ്സസ്, സ്ട്രക്ചേഴ്സ്, യൂണിയൻസിൽ അതിൽ ഓരോ മെമ്പറിനെയും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഡോട്ട് ആരോ ഉപയോഗിക്കുന്നത്. അടുത്ത 5ാമത്തെ കാസ്റ്റ് ഓപ്പറേറ്റർ. കാസ്റ്റ്, അപ്പം അതിനവിടെ സിമ്പലൊന്നും കൊടുത്തിട്ടില്ല. കാസ്റ്റിംഗ് ഓപ്പറേറ്റേഴ്സ് convert one data type to another. For example, int 2.000
വുഡ് റിട്ടേൺ ടു. ഇപ്പോൾ കാസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ എഴുതണം. എക്സാമ്പിൾ ഇൻറ്റ് 2.2000, അത് നമുക്ക് തരുന്ന ഉത്തരം 2 ആയിരിക്കും. അതാണ് കാസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കാസ്റ്റിംഗ് ഓപ്പറേറ്റേഴ്സ്. അടുത്തത് ആൻഡ് ഓപ്പറേറ്റർ. അപ്പോൾ ആൻഡ് നമ്മൾ നേരത്തെ ഒരു ഉത്തരം പഠിച്ചിരുന്നു. ആൻഡ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മളൊരു ട്രൂത്ത് ടേബിളൊക്കെ വെച്ച് പി ക്യൂ, അപ്പോൾ അതിൽ പി ആൻഡ് ക്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഈ പോയിന്റർ ഓപ്പറേറ്ററായിട്ട് നമ്മൾ ആൻഡ് ഉപയോഗിക്കാറുണ്ട്. ഒരു ലൊക്കേഷൻ കാണിക്കാനായിട്ട് ഈ ആൻഡ് ഓപ്പറേറ്റർ. ആൻഡിന് 2 മീനിങ് ഉണ്ട്. അപ്പോൾ ആൻഡ് ഓപ്പറേറ്റർ വീണ്ടും അപ്പോൾ നേരത്തെ എഴുതിയിരിക്കുന്ന ആ ആൻഡ് ഓപ്പറേഷനുമായിട്ട് ആൻഡ് ഓപ്പറേറ്റർ കൺഫ്യൂസ് ചെയ്തത് ഇത് അഡീഷണൽ മിസ്റ്റേക്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പോയിന്റർ ഓപ്പറേറ്റർ ആൻഡ് പോയിന്റർ കേട്ടോ. ഇത് പോയിന്റർ ഒരു പ്രത്യേക ഡേറ്റ സൂചിപ്പിക്കുന്നതാണ്. ആൻഡ് റിട്ടേൺസ് ദി അഡ്രസ് ഓഫ് എ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ ആൻഡ് എ വിൽ ഗിവ് ആക്ച്വൽ അഡ്രസ് ഓഫ് ദി വേരിയബിൾ. അപ്പോൾ ആൻഡ് എന്ന് കഴിഞ്ഞാൽ ഈ എ എന്നുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സ് നമുക്ക് തരും. ഇറ്റ്സ് എ പോയിന്റർ ടൈപ്പ് ഓപ്പറേറ്റർ. ഈ പോയിന്റേഴ്സ്, അറേസ് പോയിന്റേഴ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ തൽക്കാലം ആ വാക്ക് എന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തത് സ്റ്റാർ ഓപ്പറേറ്റർ, സ്റ്റാർ പോയിന്റർ. അപ്പോൾ സ്റ്റാർ നമുക്കറിയാം ഇറ്റ്സ് എ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ. പക്ഷേ ഇവിടെ ഒരു പോയിന്റർ ടൈപ്പ് ഓപ്പറേറ്റർ ഉപയോഗിക്കാറുണ്ട്. പോയിന്റർ ഓപ്പറേറ്റർ സ്റ്റാർ ആരോ ഈസ് എ പോയിന്റർ ടു എ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ സ്റ്റാർ വാർ മീൻസ് വേരിയബിൾ will pointer to a variable var. അപ്പോൾ നമ്മൾ സ്റ്റാർ എ എന്ന് കൊടുത്താൽ സ്റ്റാർ എ അല്ലെങ്കിൽ സ്റ്റാർ സാലറി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സാലറി എന്ന വേരിയബിളിലേക്ക് ഇത് പോയിന്റ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മിസ്സലേനിയസ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ഭാഗം ഇവിടെ കൊണ്ട് തരികയാണ്. ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ഭാഗം. ഇനി നമുക്ക് കുറച്ച് കീവേഡ്സ് പഠിക്കാനുണ്ട്, പിന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ്. അപ്പോൾ ക്ലാസ് വിൽ കണ്ടിന്യൂ. ഇതിൻ്റെ ഈ സി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലെങ്തി ടോപ്പിക്. നമുക്ക് എത്ര വേണമെങ്കിലും പ്രോഗ്രാം ചെയ്യാം, എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം, എവിടെ വേണമെങ്കിലും ചുരുക്കാം. അങ്ങനെയാണ് സി. അങ്ങനെ വളരെ ലെങ്തി ആയിട്ട് കിടക്കുന്ന ഒരു C++. അപ്പോൾ നമുക്കൊരു കുറച്ച് അവേഴ്സിങ് എടുക്കാം. ഇതെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ടോപ്പിക് ഈസ് വാസ്റ്റ്. അപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ പല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, എസ്സേ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ വേരിയസ് ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ C++. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ 3 ക്ലാസ്സിൽ പറഞ്ഞിട്ടിരിക്കുകയാണ്. ആദ്യ ഓപ്പറേറ്റേഴ്സ് ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, അവിടെ അരിത്തമാറ്റിക്കും റിലേഷൻ ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു. സെക്കൻഡ് ക്ലാസ്സിൽ ലോജിക്കൽ, ബിറ്റ്വൈസ് പോലുള്ള ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു. ഈ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ മിസ്സലേനിയസ് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞു. അപ്പോൾ ഇവയെല്ലാം ചേർത്ത് ഒരു എസ്സേ. അപ്പോൾ അത് ചില ഓപ്പറേറ്റേഴ്സ് വിട്ടുപോയാലും കുഴപ്പമില്ല, നമുക്കൊരു സാമാന്യം നീളമുള്ള ഒരു എസ്സേ എഴുതിയാൽ മതി. അപ്പോൾ എല്ലാ ഓപ്പറേറ്റേഴ്സും ഇനി ഓപ്പറേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അത് തീർത്തിടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ ഓപ്പറേറ്റേഴ്സ് പരീക്ഷയ്ക്ക് എഴുതുക, അതിൻ്റെ മീനിങ് എഴുതി കാണിക്കുക, അത്രയുള്ള ഉത്തരം. അപ്പോൾ ഈ എക്സാമിനേഷൻ നമ്മൾ ഈ സകല ഓപ്പറേറ്റേഴ്സ് നോക്കത്തില്ല, പ്രധാനപ്പെട്ട കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ. അപ്പോൾ എസ്സേ അത് പ്രത്യേകം വായിച്ച് പഠിക്കുക. ഇനി മറ്റു ചില ഷോർട്ട് ആൻസർ, SAQ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. റൈറ്റ് എനി ആകട്ടെ, വാട്ട് ആർ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, ഗിവ് എക്സാമ്പിൾസ്. അപ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് എഴുതണം. ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് റിലേഷൻ ഓപ്പറേറ്റേഴ്സ്, അത് 2ാമത്തെ ക്ലാസ്സായിട്ട് പഠിച്ചതാണ്. യു റെഫർ ബാക്ക്. വാട്ട് ഈസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, അത് ഈക്വൽ സൈൻ ആണല്ലോ. ഈക്വൽ സൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നോക്കണം. നമ്പർ 5, എക്സ്പ്ലെയിൻ ബിറ്റ്വൈസ് ഓപ്പറേറ്റർ ദാറ്റ് യു നോ. ഇതിനൊന്നും ഉത്തരമൊന്നും കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല, നിങ്ങൾ പേജ് മറിച്ച് നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി മീനിങ് ഓഫ് ദി ഓപ്പറേറ്റേഴ്സ് ഈക്വൽ സൈൻ ആൻഡ് എക്സ്ക്ലമേഷൻ ഈക്വൽ. You refer. Number 7, distinguish between and operators.
അപ്പോൾ ഇത് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, അല്ലാതെ അവസാനം പറഞ്ഞ പോയിന്റർ ടൈപ്പ് അല്ല. അപ്പോൾ പോയിന്റർ ടൈപ്പ് ആൻഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അഡീഷണൽ ആയിട്ട് പറയാം. എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആൻഡും അതാണ് എഴുതേണ്ടത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇറ്റ് ഇസ് എ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇൻ സി, അല്ലെങ്കിൽ ഫ്രം സി. ക്വസ്റ്റ്യൻ നമ്പർ 8, ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് മിസ്ലേനിയസ് ഓപ്പറേറ്റേഴ്സ്. അതാണ് ഇന്ന് പറഞ്ഞത്. നമ്മളൊരു 7 എണ്ണം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 2 എണ്ണം എഴുതിയാൽ മതി. നമ്പർ 9, വാട്ട് ആർ സൈസ് ഓഫ് ആൻഡ് കാസ്റ്റ് ഓപ്പറേറ്റേഴ്സ്. അത് നോക്കുക. ഇപ്പോൾ കാസ്റ്റിന് പ്രത്യേക അടയാളമൊന്നുമില്ല, നമ്മൾ പിന്നെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ 10, വാട്ട് ആർ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. A++ അല്ലെങ്കിൽ ++A പറഞ്ഞതാണ്. അതിനാണ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്, അതാണ്. അപ്പോൾ അത് ഒന്നുകൂടി ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ നമ്മൾ A++ അല്ലെങ്കിൽ ++A പറഞ്ഞിട്ടുള്ളതാണ് ഇൻക്രിമെൻ്റ്. ഇനി A- ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്, അത് എഴുതാം. അത് ഒന്നുകൂടി ഇവിടെ കാണിച്ചിരിക്കുകയാണ് ഒരു ഉത്തരമായിട്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ആർ ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ. അത് നേരത്തെ ഉള്ള എഴുതിയാൽ മതി. ഇനി ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതും ഇൻക്രിമെൻ്റ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ തന്നെയാണ്. എക്ക് പറയുന്നത് I എന്ന് കൊടുത്തിരിക്കാൻ. വാട്ട് ഈസ് ++I ആൻഡ് I++ ഇൻ സി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 1 കൂട്ടുന്നതാണ്. ഇപ്പോഴുള്ള ഐയുടെ കൂടെ 1 കൂട്ടുന്ന രീതിയാണല്ലോ ഈ ++ എന്ന് പറയുന്നത്. പക്ഷേ ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? ഇനി C++ ആകട്ടെ, ഇനി C++. അവിടെ ഇനി സി എന്നായിരിക്കുന്നത്. സിയിലും C++ലും ഒരേ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ നോക്കിയേ, ബോത്ത് ഇൻക്രിമെൻറ്റ് ഇത് നമ്പർ. അപ്പോൾ ഒരു അഡിൻ്റെ അർത്ഥം I എന്താണ്, അതിലൂടെ 1 കൂട്ടുന്ന രീതിയാണ് ഈ ++I അല്ലെങ്കിൽ I++ എന്ന് എഴുതിയാൽ I എത്രയാണോ അതിൻ്റെ കൂടെ 1 കൂട്ടും. ബോത്ത് ഇൻക്രിമെൻറ്റ് നമ്പർ ബട്ട് ++I ഇൻക്രിമെൻറ്റ്സ് ദ നമ്പർ ബിഫോർ ദി കറണ്ട് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ്. ഇപ്പോഴുള്ള എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും മുമ്പ് 1 കൂട്ടിയിരിക്കും. വേറാസ് I++ ഇൻക്രിമെൻറ്റ്സ് ദ നമ്പർ ആഫ്റ്റർ ദി എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ്. I++ ആണെങ്കിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് 1 കൂട്ടുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ അത് മറിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ. എക്സാമ്പിൾ നോക്കിക്കേ. എക്സാമ്പിൾ 2ാമത്തെ കേസിലായിട്ടാണ് ++I പറഞ്ഞിരിക്കുന്നത്. ++I ഇൻറ്റു Y ++I എന്ന് പറഞ്ഞാൽ Y = 3 ആണെങ്കിൽ I = 3 ആയിരിക്കും. കാരണം ഇത് ബിഫോറാണ് കൂട്ടുന്നത്. ബിഫോർ നേരത്തെ കൂട്ടിയതാണ്. നോക്കിയേ, ആദ്യം പറഞ്ഞത് ++I ആണ്. ++Iയുടെ എക്സ്പ്ലനേഷനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2ാമത് Y-ലാണ് കൊടുത്തിരിക്കുന്നത്. Y++I ആണെങ്കിൽ, Yയുടെ ഉത്തരം 3 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം Iയുടെ ഉത്തരവും 3 ആണ്. കാരണം ഇത് നേരത്തെയാണ് കൂട്ടുന്നത്, ബിഫോർ ദി നോക്കിയേ, ++I ഇൻക്രിമെൻറ്റ്സ് ദ നമ്പർ ബിഫോർ ദി കറണ്ട് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ്. അപ്പോൾ നേരത്തെ കൂട്ടിയിരിക്കുകയാണ്. Y 3 ആണെങ്കിൽ Iയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ നേരത്തെ അതിൻ്റെ കൂടെ 1 കൂട്ടി വെച്ചിരിക്കുന്നതാണ്. ഇനി നേരെ മറിച്ച് 2ാമത് പറഞ്ഞ I++ ആണെങ്കിൽ അതിൻ്റെ എക്സാമ്പിളാണ് 1ാമത് കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിൾ ഇൻറ്റ് I = 1 മീൻസ് അതിൻ്റെ അർത്ഥം ഇൻറ്റ് X = I++ X 1 ആണെങ്കിൽ ഇപ്പോഴത്തെ വാല്യൂ 2ാമത് കൂട്ടുന്നത് ആഫ്റ്റർ ദി എക്സ്പ്രഷൻ. I2 ഇവിടെ I++ ആണ്. I++ ഇൻക്രിമെൻറ്റ്സ് ദി നമ്പർ ആഫ്റ്റർ ദി എക്സ്പ്രഷൻ ഇവാലുവേറ്റഡ്. അപ്പോൾ ഇവാലുവേറ്റഡ് 1 കൂട്ടും. അപ്പോൾ I 1 ആണെങ്കിൽ ഇവാലുവേറ്റിന് ശേഷം 1 കൂട്ടും, അപ്പോൾ 2 എന്ന് കിട്ടും. മറ്റൊരാണെങ്കിൽ നേരത്തെ കൂട്ടും. ആ വ്യത്യാസമാണുള്ളത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പ്രത്യേകം വായിച്ച് പഠിക്കുക. ഇതൊരു എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ മീനിങ് അടുത്ത ഒരു കേസ് കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സിലബസിൽ പറയുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ പഠിച്ചത് തന്നെ, പക്ഷേ ഈ പേര് പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. വാട്ട് ആർ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് ഇൻ C++? അപ്പോൾ നോക്കിയാൽ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ്, അങ്ങനെ ഒരു ക്ലാസ് ഓപ്പറേറ്റർ ഉണ്ട്. അത് നേരത്തെ മറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ കൂടെ വന്നിട്ടുള്ളതാണ്.
എങ്കിൽ ഈ പേരിലൊന്ന് പഠിക്കുക, ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ്. C++ offers special shorthand operators. That is simply coding. അവ എന്താണ് ചെയ്യുന്നത്? സിംപിളി കോഡിംഗ് ഓഫ് എ certain type of argument stated. അപ്പോൾ ചില ആർഗ്യുമെന്റ് കോഡ് ചെയ്യാൻ വേണ്ടി, ചില സ്റ്റേറ്റ്മെന്റ് കോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, A = A+10. നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ A = A+10. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ A നേരത്തെ ഉള്ള എയുടെ കൂടെ 10 കൂട്ടുന്ന അർത്ഥം. അതായത് എയും വെട്ടിപ്പോയിട്ട് 0 = 10 എഴുതുന്നതല്ല ഇത്. A = A+10 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് പ്രീവിയസ് A+10 എന്നുള്ള ഇങ്ങനെ എഴുതുന്നതിന് പകരം, അപ്പോൾ ഇതിൻ്റെ ഈ അർത്ഥം നമുക്കിങ്ങനെ എഴുതാം, A+ = 10. A+ = 10 എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ആ മുകളിൽ കാണുന്ന എക്സ്പ്രഷൻ അർത്ഥമാണ്. ഇപ്പോൾ A = A+10 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ A പെർസെൻറ്റേജ് പ്രീവിയസ് A+10 എന്നുള്ളതാണ്. അത് അങ്ങനെ എഴുതണ്ട, ഈ താഴെ കാണുന്ന എഴുതിയാൽ മതി. അപ്പം അങ്ങനെ എഴുതിയാൽ ചില അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതാണ് ഒരു ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റർ. ആ അഡ്വാൻറ്റേജ് ഇവിടെ പറയുന്നുണ്ട്. The operator plus equal sign tells the compiler to assign to A the value of A+10. This shorthand works for all the binary operations in C++. Those that require 2 operands. ഇപ്പോൾ 2 ഓപ്പറാൻഡ് വേണ്ട കേസിലാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്. The general form of C++ shorthand is variable equal to variable operator expression semicolon. അതാണ് സിൻറ്റാക്സ്. The same as variable operator equal to expression semicolon. അങ്ങനെയാണ് ഇതിൻ്റെ സിൻറ്റാക്സ്. ഇനി മറ്റ് ചില ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് കൊടുത്തിരിക്കുകയാണ്. ഫോളോയിങ് ആർ സം എക്സാമ്പിൾസ് ഓഫ് C++ ഷോർട്ട് ഹാൻഡ്സ്. X - = 10 equivalent to, എന്താണ് ഇക്വലൻസ് നമുക്ക് പറയാം, X* = 3 semicolon equivalent to, what is it, X by equal to 2 semicolon X percentage equal to 2. ഇവയെല്ലാം ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. അവിടെ മീനിങ് ഇതാണ്. ഒന്നാമത്തെ മീനിങ് കേട്ടോ, ഒന്നാമത്തെ മീനിങ് ഓരോന്ന് നോക്കുക. X + = 10. നമ്മൾ നേരത്തെ പറഞ്ഞത് X = X+10. പിന്നെ X - = 10. ഒന്നാമത്തെ X - = 10 അല്ലേ, അപ്പോൾ അത് X - 10. രണ്ടാമത്തത് X* = 3. അത് X = X*3 എന്നാണ്. മൂന്നാമത്തെ X by equal to 2. അതിൻ്റെ അർത്ഥം X is X/2 സെമിക്കോളൻ എന്നാണ്. പിന്നെ അടുത്തത് X percentage equal to 2. അതിൻ്റെ അർത്ഥം X = X percentage 2 എന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ഷോർട്ട് ഹാൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ സഹിതം ഒന്ന് ഓർത്തിരിക്കുക. That is all with your 38th lecture on this paper, that is Digital Electronics and Computer Science. We continue C++ in the next class.